നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷഫലം അനുസരിച്ച് പുതുവർഷം, അതായത് 2025 ഭാഗ്യം അനുഗ്രഹിക്കുന്ന ചില പ്രത്യേക നക്ഷത്രക്കാരുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ഉന്നതി ലഭിക്കുന്ന ചില പ്രത്യേക നാളുകാർ, അവയുടെ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. 2025 ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പുതുവർഷം ശുഭഫലങ്ങളോടെ തങ്ങളെ തേടിയെത്തണം എന്നായിരിക്കും ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും. പലർക്കും പല ആഗ്രഹങ്ങളും, പല രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും. വീട് വെക്കണം, അല്ലെങ്കിൽ വാഹനം വാങ്ങണം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാൽ പൊതുവായി മിക്കവാറും പേർ ആഗ്രഹിക്കുന്ന ഒന്നാണ് ധനഭാഗ്യം. പുതുവർഷം തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനം വരണം എന്നാഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. നാം ജോലി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യവും ധനം സമ്പാദിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ്. ജ്യോതിഷപ്രകാരം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് പുതുവർഷം ധനനേട്ടം ഉണ്ടാകുന്നു. ഏതെല്ലാം നാളുകാർക്കാണ് ഇതിൽ ധനനേട്ടം വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം പറയുന്നത് അശ്വതിയാണ്. ഇവർക്ക് പൊതുവെ നല്ല ഫലമാണ് ഈ ഒരു വർഷം 2025 പറയുന്നത്. അവർക്കുണ്ടാകാൻ പോകുന്ന യോഗങ്ങളിൽ പെടുന്ന ഒന്നാണ് ധനയോഗം. സാമ്പത്തികമായ ഉന്നതി ഈ നാളുകാർക്ക് ഫലമായി പറയുന്നു. ധനലാഭവും വസ്തുലാഭവുമെല്ലാം ഇവർക്ക് ഈ ഒരു വർഷം ഫലമായി നേടാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണിക്കും പുതുവർഷം സമ്പന്ന ഭാഗ്യം, ധനയോഗം എന്നിവ ഫലമായി കാണുന്നു. ഇവർക്ക് കൈവരാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതായത് 2024 വന്ന് ചേർന്നിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ 2025 മാറിക്കിട്ടുന്നതായിരിക്കും. ധനം വന്നു ചേരുന്നതായിരിക്കും. ഇതിനാൽ തന്നെ പ്രയാസം കൂടാതെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈസി ആയിട്ട് ഇവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പുതുവർഷം ധനഭാഗ്യം വരുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. പുതുവർഷം ഈ നാളുകാരെ തേടി ധനയോഗം വന്നു ചേരും. രോഹിണി നക്ഷത്രക്കാർക്കും പുതുവർഷം ധനയോഗ ഭാഗ്യം വരുന്ന വർഷമാണ്. സാമ്പത്തികമായി ഉന്നതിയിൽ എത്താൻ ഈ നാളുകാർക്ക് സാധിക്കുന്ന വർഷം തന്നെയാണ്. പല രീതിയിലും ഇവരെ തേടി സമ്പത്ത് വന്നു ചേരും. അടുത്തത് പുണർദം, പൂയം. പുണർദം നക്ഷത്രക്കാരെ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്ന ഒരു വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് ധനഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ്. പുതുവർഷത്തിൽ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നല്ല കാലം വന്നു ചേരുന്നു. ഇവർക്ക് എല്ലാവിധ ഉയർച്ചയും വന്നു ചേരും. അടുത്തത് പൂയം. പൂയം നാളുകാർക്കും പുതുവർഷം ധനാഭിവൃദ്ധി ഫലമായി പറയുന്നു. പല രീതികളിലും ഇവർക്ക് ധനഭാഗ്യം വന്നു ചേരുന്നു. പുതുവർഷം പൊതുവെ ധനഭാഗ്യം വന്നു ചേരുന്ന വർഷമാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷമായി പോയ നാളുകാർക്ക് ഈ വർഷത്തെ വരവേൽക്കാം. ഇതുവരെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു കാലമാണ്. അടുത്തത് പൂരം, ഉത്രം, ചതയം. പൂരം നാളുകാരെയും 2025 ധനദേവത കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ്. ഇവർക്ക് ഏറെ ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയുന്നു. സമ്പത്തിന് വലിയ തോതിൽ ഈ നാളുകാർക്ക് വർധനവ് വരുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അടുത്തത് ഉത്രം. ഉത്രം നാളുകാരും പുതുവർഷത്തിൽ ധനയോഗത്താൽ
ധനത്താൽ, അതായത് ജോലിയിൽ ഉയർച്ച, നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ച, ഈ രീതിയിലൊക്കെ ആണ് ഉത്രം നാളുകാർക്ക് ധനയോഗം വന്നു ചേരുന്നത്. ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ പതുക്കെ മാറി വരുന്നതാണ്. അടുത്തത് ചതയമാണ്. ഇവർക്കും നാൾ ഫലം അനുസരിച്ച് ധനഭാഗ്യം വന്നു ചേരുന്ന ഒരു പുതുവർഷമാണ് ചതയം നക്ഷത്രക്കാർക്ക്. ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. നേരത്തെ ഉണ്ടായി, അതായത് 2024 വരെ ഉണ്ടായി വന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. 2025 ധനപരമായി ഏറെ ഉയർച്ച ഉണ്ടാകുന്ന പുതുവർഷമാണ് ഇവർക്ക് ഫലമായി പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർക്കാണ് 2025 ധനഭാഗ്യം അല്ലെങ്കിൽ സമ്പത്ത് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാലം, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബാക്കിയുള്ള നാളുകാർക്കും മെച്ചപ്പെട്ട രീതിയിലുള്ള മാറ്റവും ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ വരും അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കുറച്ച് തിരക്ക് മൂലമാണ് നമ്മൾ കുറേ നാൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോകളും മറ്റും ഇതിൽ പോസ്റ്റ് ചെയ്യാതിരുന്നത്. സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ അധ്യായത്തെപ്പറ്റി നമ്മൾ ഇടുന്നതായിരിക്കും. 2025 ബാക്കിയുള്ള നക്ഷത്രക്കാരുടെ സാമ്പത്തികപരമായ നേട്ടവും അതുപോലെ സംബന്ധിച്ച കുറച്ച് ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇതുവരെയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ചെയ്തു വെക്കുക. നമുക്ക് അടുത്തൊരു അധ്യായവുമായിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വർഷം എല്ലാവർക്കും നല്ലതായി തീരട്ടെ. നമുക്ക് അടുത്തൊരു അധ്യായവുമായിട്ട് ഉടനെ കാണാം. നന്ദി.